ഇന്ന് പെരുന്നാളാണ്. ഞങ്ങൾ ഡെൽമ ഐലാൻഡ് പോകാൻ നിൽക്കുകയാണ്, ദ്വീപിലേക്ക്. ബോട്ട് വരുന്നുണ്ടല്ലേ അങ്ങ് ദൂരെ. ഞങ്ങളൊരു ബോട്ട് യാത്ര ചെയ്യണമെന്ന് ഡെൽമ ഐലാൻഡിലേക്ക്. അപ്പോൾ അതിന് വന്നേക്കാണ് അവിടെ. ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ പോകണേ. അവിടെ തന്നെ ടെർമിനൽ, അതിൽ തന്നെ ആ ടെർമിനലാണ് അത് കാണിക്കുന്നത്. ഇത് നമ്മുടെ സുഹൃത്തുക്കളാട്ടോ. ഇവിടുത്തെ ചെറിയ ചെറിയ ബോട്ടുകളെല്ലാം ഉണ്ട് അവിടെ. പോവാ. ഇതാണ് റാഷി, ഇതാണ് ഷാജി പാപ്പ. ആ ഇത് റാഷി മൂലിയാരട്ടോ. റാഷി തൊപ്പിയൊക്കെ ഊരച്ചാണ്. അപ്പോൾ ടൂറ് പോകാറുണ്ടപ്പോൾ വെള്ളത്തിൻ്റെ കളറ് കണ്ടില്ലേ, നല്ല ബ്ലൂ കളറാട്ടോ. ഡെൽമയ്ക്ക് പോകേണ്ട കാര്യം സംശയമാണ്. ഡെൽമ ദ്വീപിലേക്ക് കാരണം നല്ല തിരക്കാണ് പെരുന്നാളായിട്ട്. ഇന്ന് പെരുന്നാളല്ലേ. എന്താ അത് ഫെറിയാണ്. ആ ഫെറിയിലാണ് പോകുന്നത്. വാഹനം കയറുന്നില്ലേ, വാഹനം ഇങ്ങനെ ബാക്ക് എടുത്ത് പോവാണ് ആ ഫെറിയിൽ. അടിഭാഗത്ത് പാർക്കിംഗ് ഏരിയയും പിന്നെ സെൻട്രലിൽ ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ്. മേലെ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. അവർ പോവാ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബോട്ടുകൾ വരുന്ന സ്ഥലങ്ങളാട്ടോ. അങ്ങേ ഭാഗത്ത് കണ്ടില്ലേ പുക പൊന്തണു. റിഫൈനിങ് ഏരിയ എന്ന് തോന്നുന്ന ഭാഗത്ത് നല്ല കിടിലൻ സ്ഥലമായിട്ട് കാണാൻ. ഒരു ചെറിയൊരു ബോട്ട് വരുന്നതാണ്. ഡെൽമ എന്നുള്ളൊരു ബോർഡ്, ഡെൽമ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യുഎഇൻ്റെ പതാക അങ്ങനെ പറഞ്ഞിട്ടില്ലേ. അതൊക്കെ മീൻ പിടിക്കണ്ടേ? അതൊക്കെ ചൂണ്ടിലേക്കായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ വലിയ വലിയ മീനെ പിടിക്കുന്ന ദിവസമാണ്. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡെൽമി പോകുന്ന നോക്കാം. നമുക്ക് ബോട്ടിൽ പോകാന്ന് പറഞ്ഞ് വന്നതാണ്, പക്ഷെ നടന്നിട്ടില്ല. അതിന് ഇപ്പം നടക്കും നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അല്ലെങ്കിൽ അടുത്താണെങ്കിൽ നമ്മൾ എന്തായാലും പോയിരിക്കും. ഈ പെരുന്നാളിന് ഇപ്പം നമുക്ക് മിസ്സായ അടുത്ത പെരുന്നാൾ പോയി. അല്ലെങ്കിൽ നമ്മൾ യാസിൽ പോവാം. യാസ് ദ്വീപിലേക്ക് വണ്ടി ഇവിടെ ആ ഭാഗത്താ. ഓക്കെ, ഇനി നമ്മൾ ഫിഷിങ്ങിൻ്റെ പരിപാടിയാണ്. മീൻ പിടിച്ചാൽ മുതലാക്കണം. മുതലാക്കിയേ പറ്റുള്ളൂ. അത് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിട്ട് പോകണം. പൊറാട്ടയും കറി, കാക്കാന സ്പെഷ്യൽ ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റാണ് നമ്മൾ വണ്ടി കേട്ടോ. ഞങ്ങൾ വണ്ടി ഒരു കടൻ്റെ വക്കങ്ങൾ സൈഡാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണേ. ഫുഡ് എടുക്കേ. ചെറിയൊരു തണലൊക്കെ ഉണ്ട് ഇവിടെ. നല്ല വെയിലാട്ടോ. ഇവിടെ ഈ ഭാഗത്ത് കടലാണ്. ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ ആരൊക്കെ മീൻ പിടിക്കുന്നു. മീൻ കിട്ടിയാക്കാ? മീനുണ്ടോ തന്നെ? ആ ഓടി വരാം. മീൻ കിട്ടിക്കണ എവിടെ? വലിയ മീനാ? ആ ചെറുതാണ്. ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഓ ഈ ശ്വാസം ഇങ്ങനെ വിടുന്നുള്ളൂ. ഇപ്പം കിട്ടിയിട്ടില്ല. ചെറുതാണല്ലേ. കോലാനല്ലേ? കോലാന കിട്ടിയിട്ടുണ്ട്. കോലാന കിട്ടിയില്ലതാ. അതാ ഒന്ന് കിട്ടി വലിച്ചെടുക്കുന്നുണ്ട് മൂപ്പര്.
ഇയാളെ നമുക്ക് അറിയില്ല കേട്ടോ. 2 ചൂണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണം ഇവിടെ. എൻ്റെ കടൻ്റെ കളർ കണ്ടില്ല നിങ്ങൾ? നീല കളർ, തെളിഞ്ഞ വെള്ളം. കാക്കാ പേര് ഭക്ഷണം കഴിക്കുക. ചെറിയ മീനെ കിട്ടിയില്ല, വലുത് കിട്ടണം. ഇങ്ങനെ കിംഫിഷിനെ കിട്ടണം, എന്നാലും നടക്കുള്ളൂ. കേസ് ഇവിടെ ഇരിക്കാം. ചുറ്റുഭാഗവും കടലാട്ടോ, ചുറ്റുഭാഗം കടല്. ചിക്കൻ കറി, കാക്കാൻ ചിക്കൻ കറി കേട്ടോ. പൊറാട്ട, ഉപ്പുമാ. ഉപ്പുമാ ഉണ്ടാക്കിയ ആളത് അവിടെ. കാശി ഉപ്പുമാൻ്റെ ഞാൻ വെറുതെ ടേസ്റ്റ് നോക്കിയതാണ്. ഞാൻ ഉണ്ടാക്കിയതേ ഫസ്റ്റ് ഫോൺ വിളിച്ചേക്ക് ഡൽമ ദ്വീപ് പോയിട്ട് മീൻ പിടിക്കാനൊക്കെ ഞങ്ങൾ ചൂണ്ടിലിട്ട് പോകുന്നത് ഇവിടെ കണ്ടില്ലേ. ഫിഷിങ് ഹണ്ടിങ് നടത്താനുള്ള പരിപാടിയാണ്. പക്ഷേ പെരുന്നാളിൽ ഭയങ്കര തിരക്ക്, കപ്പലൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ തട്ടി തൊട്ടതൊരു കടലുണ്ട്. ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ ഈ ഒരു മരത്തിൻ്റെ തൊട്ട് സൈഡാക്കി നമ്മളെ ഷാജിബായി ചൂണ്ടിലൊക്കെ ശരിയാക്കി കൊണ്ടുവയ്ക്കുകയാണ്. ഒന്നുമ്പോൾ തന്നെ 1 2 3 4 5 6 7 8 വെച്ചാണ് കൊടുക്കുന്നത്. 8 ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കാണട്ടോ. ഫിഷ് ഹണ്ടിങ് ഇതൊക്കെ റോഡും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയാണ്. റീലൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. വെയിലാട്ടോ. എന്ത് കുളിച്ചിടാൻ കഴിയുമോ? ഇടണോ? ഓക്കെ. ഞങ്ങളെല്ലാം സെറ്റാക്കി ഇവിടെ ചൂണ്ടുമ്പോൾ തന്നെ 6 7 കുളത്ത് കൊടുത്തിട്ട് അതിന് ഫുഡും വെച്ചിട്ട് പോവാണ്. ഷാജിബായി പോവാണ്. എന്താണെന്ന് അറിയില്ല. 2 ഭായിമാർ നല്ല വാരലാണ്, നല്ല കളി. ഈ ബാഗ് എത്ര കിട്ടും കേട്ടോ. ബായ് മില സ്കന്ദറെ വീഡിയോ ഓക്കെ. മാഷാ അല്ലാഹ്, ആ ചെമ്മീൻ എത്ര കിട്ടിക്കണം. നല്ല കിട്ടുന്നുണ്ട്. മാഷാ അല്ലാഹ്, നല്ല ദൂരം പോയിട്ടോ. വലിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു. അവിടെ നല്ല വെട്ടിറക്കൊണ്ട് ആ ഭാഗത്ത്. ഷാജിബായ് ആ ഭാഗത്ത് നല്ല വെട്ട്. പോട്ടെ, ഓക്കെ ഓക്കെ, മാറി. ഓ അത് പോണോ. ഇവിടെ ആരതൊക്കെ ബോട്ടൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ട് കാണിച്ച ചെറിയ ബോട്ടുകൾ, മീൻ പിടുത്ത ബോട്ടുകൾ. ഇവിടെ കല്ലുണ്ട്. ഞങ്ങൾ ഈ കല്ല് നമ്മൾ കാലും തെറ്റിയാണ്ടല്ലോ, നല്ല മുറിയോ. വെള്ളം താന്നെങ്കിൽ തോന്നുന്നുണ്ട്. ആ ഇവിടെ നല്ല മീനൊക്കെ കാണുന്നില്ല രാത്രി. കിട്ടിയോ കാശിയ? എത്ര കിട്ടി? ഷാജിബായി ചൂടിയും കെട്ടും കൊടുക്കണേ. ഇട്ടിട്ട് 1/2 മണിക്കൂറായി ഞാൻ സുഖമായിട്ട് കിടന്നു. ഇവിടെ നല്ല തണുതിൽ നല്ല കാറ്റുണ്ട്. നല്ല സുഖമായിട്ട് കിടന്നു. ഞാൻ നടക്കുന്നത് ജസ്റ്റ് ഉറങ്ങി എണീക്കാൻ സമയമുണ്ട്. കാശൊക്കെ കിടന്നടാ, തിരിച്ച് കിടന്നോ. അപ്പം ഞങ്ങൾ പോവാണേ, മീനൊക്കെ പിടിച്ച് ഞങ്ങൾ പോവാണേ. എന്നാ കാശ കയറി പോവാ.
നല്ല തണുത്ത് വണ്ടി നിർത്താൻ പറ്റൂണ്ടേ. കാറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ റോയ്സ് എത്തിയിട്ടുണ്ട്. റോയ്സ് എന്ന് പറയുന്നത് പേര് മാറ്റിക്കൊണ്ടോ പൽ തെന്നാന്നാണ്. അവിടെ ഒരു മാളുണ്ട്. മാളിൽ കയറാൻ വന്നെ. ആ മാളിൻ്റെ മെയിൻ ഡോറാട്ടോ അത് തെന്നാ മാൾ. നല്ല ലുക്കുള്ള സ്ഥലമാണ്. ഇതെന്ത് സംഭവം? ഒരു കടല അടിപൊളി. നമ്മൾ ധനാമാളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വാങ്ങി കേട്ടോ. മാളുണ്ട്, നല്ല വലിയ മാളാണ് റോയ്സിലുള്ള. ഇതിൻ്റെ താഴ്ഭാഗം കണ്ടില്ലേ, നല്ല ലുക്ക് കേട്ടോ. കംപ്ലീറ്റ് ഇംഗ്ലീഷുകാർ താമസിച്ച സ്ഥലമാണത്. നല്ല രസം. അവിടെ കണ്ടില്ല പുക പൊന്തിനോ, കമ്പനിയാണ് സംശയമുണ്ട്. ശരിക്കും ഈ മാളൊരു മലൻ്റെ മേലെയാണല്ലേ. ഒരു മലൻ്റെ മേലെ ഇങ്ങനെ നിൽക്കണേ. പൊളി പൊളി, നല്ല ലുക്കുള്ള സ്ഥലമേ. ഉള്ളിൽ ലുലു ഉണ്ടല്ലോ, ലുലു ഹൈപ്പർ മാർക്കറ്റ്. ആ ബോർഡ് കണ്ടില്ലേ. ഒരു മണിക്കൂർ യാത്ര ചെയ്യുന്ന ധനിയിൽ നിന്ന് ഇങ്ങനെ മിർഫിക്ക് എത്തി. വണ്ടിയുടെ പാർക്ക് ചെയ്തു. നമ്മുടെ സമയത്ത് കണ്ടില്ല, ഇതൊരു പാർക്കാണ്. കണ്ടില്ലേ, കടലിനാണ് കാണുന്നത് ഇവിടെ. മിർഫ കടൽ പാർക്ക് ഒഴിഞ്ഞ് കിടക്കുക. കാരണം ഉച്ചക്ക് 2 മണിയായിട്ടുള്ളൂ. അപ്പത്തെ ഒഴിവുണ്ടാവുള്ളൂ. വണ്ടി ഉണ്ടാവില്ല. ഇനി ഞങ്ങൾ അവിടെ ഉണ്ട്. ബാത്റൂമൊക്കെ ഉണ്ട്. ബാത്റൂമുണ്ട്, ഒതുക്കാനുള്ള സൗകര്യമുണ്ട്, നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാം ഒക്കെ കാണാൻ പോയിട്ട്. പൂട്ടിയില്ലേ? പൂട്ടിയിൽ വയ്ക്കുക. പിന്നെ ഗാർഡനാണ്. ഇപ്പോഴൊന്നും ആരുമില്ല. രാത്രി ആകുമ്പോൾ വെളിച്ചം വരും. വെള്ളം വാട്ടർ പ്രോഗ്രാമൊക്കെ ഉണ്ട് അവിടെ. അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതിൻ്റെ അടിയിലാണ് ഉതിർക്കുള്ള സൗകര്യങ്ങളും പള്ളിയൊക്കെ ഉള്ളത്. കടൽ കണ്ടില്ല, ശാന്തമായി നിൽക്കുന്ന കടൽ. തോതു ചെയ്യുന്ന ഇരിക്കുന്ന സ്ഥലമാണത്. പൈപ്പൊക്കെ വെച്ചിട്ട്, പക്ഷേ പൈപ്പൊക്കെ ഊരി ഒഴിവാക്കിയിട്ടുണ്ട്. സംഭവം അറിയില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡൻ വണ്ടികളാണത്. പൂച്ച പോണതാ. അൽ മിർഫ ബീച്ച്. ഇവിടെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് ഉപയോഗിക്കാം, വേസ്റ്റ് ഇടാൻ പാടില്ല, അങ്ങനെ ഓരോ നിയമങ്ങൾ. കുളിക്കുന്ന സമയം വരെ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഒതു ചെയ്യുന്ന സ്ഥലം. ഇത് നിസ്കരിക്കുന്ന സ്ഥലം. നിസ്കാര പള്ളി. ചെറിയ റൂമാണ്. ശാന്തമായ കടൽ തീരം. നമ്മൾ ഷാജിക കഥ അവിടെ പുറത്ത് നിങ്ങൾ നടന്നു വരുന്നുണ്ട്. പോയൊക്കെ മഴക്കാറുണ്ട് കേട്ടോ. തിരുമാലൊന്നുമില്ല കടലിന്. ശാന്തമായി കിടക്കുന്നു. ഉറങ്ങുകയാണ്. വെള്ളത് ഇറങ്ങിയതാണേ. നമ്മളാ അടയാളുണ്ടല്ലോ മുമ്പ് പോയ സമയത്ത്. അപ്പോൾ ഒരാളെ വെള്ളം ഉണ്ടായിരുന്നു അവിടെ. അങ്ങോട്ട് പോകാൻ സമ്മതിക്കൂല. ഞാൻ ഇപ്പോൾ അവിടെ മുട്ടിരിക്കാൻ വെള്ളമുള്ളൂ അല്ലേ. വെള്ളം താഴ്ന്ന് തിരുമാല ഉണ്ടോ? തിരുമാല അല്ല, വെള്ളം കയറുമ്പോൾ തിരുമാല വരാണ്ട്. വെള്ളം അടിക്കും ഇങ്ങനെ. ഒന്നും തീരെ വെള്ളമില്ല. ഞങ്ങൾ മിർഫിയിൽ ലുലുവിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു കേട്ടോ. അതാണ് ലുലു ഫ്രഷ് മാർക്കറ്റ്. ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. കുറേ ബോട്ടുകൾ നിൽക്കുന്നുണ്ടല്ലേ. തൊട്ടടുത്തൊരു ഹോട്ടലിൽ കയറിക്കാൻ ചാർക്കുൾ കഴിക്കാൻ. ചോറില്ല അവിടെ എവിടെ. നമ്മൾ മിർഫിയിൽ ചായ കുടിക്കാൻ വന്നതാണ്. നമ്മൾ ആ ഷോപ്പിൽ ചായ കുടിച്ചതാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ വന്നതാണ് കേട്ടോ. കടൽ കണ്ടില്ലേ. ഞങ്ങൾ ചെറിയൊരു മലൻ്റെ മേലെ നിൽക്കുകയാണ്. ജലനിരപ്പിൽ നിന്നും ഒരു കുറച്ച് മീറ്റർ ഉയർത്തി നമ്മൾ നിൽക്കുന്നത്. കടലിങ്ങനെ കാണാൻ നോക്കിയാൽ നല്ല രസം. അവിടെ ഒരു പോർട്ട്. പിന്നെ ഇതൊക്കെ വീടുകളുടെ അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതൊക്കെ വീട്, ഇഷ്ടംപോലെ വീട്. ഒക്കെ കടലിൻ്റെ വക്കിലാണ്. കടൽ കണ്ടില്ല, ദൂരത്ത് വട്ടത്തിൻ്റെ കടൽ.
ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണാൻ നേരെ നോക്കിയത്. പൊളി. പോട്ടെ പോട്ടെ ഏറി ഏറി. അയ്യോ യെസ് മാറിയോ? ആ 7:06 ആ രാത്രി 9:00. ആ അപ്പം ഇനി വെള്ളം നല്ല കയറ്റം കയറും. വെള്ളം മണി 6:20 സൂര്യ അസ്തമിക്കാൻ പോകണേ. ചെറിയ മഴക്കാലൊന്നും കാണില്ല. വെള്ളം ഉള്ളിലേക്ക് വലിഞ്ഞേക്കാണ് കടലിട്ടോ. പറ്റ അടിയൊക്കെ ഇവിടെ. ഇവിടെയൊക്കെ എത്ര വെള്ളം ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ ഇവിടെ ഇതിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നോ? എത്ര ദൂരം ഉണ്ടായിരുന്നോ? 2-2.5 വെള്ളമാണ്. ഞാൻ കണ്ടില്ല ഞങ്ങൾ എറിഞ്ഞത്. നൂറ് പൊട്ടിയത് ആ ലൂസാക്കിയിട്ടാണ്. 7 മണിക്ക് വെള്ളം ഫുള്ള് പോകും താഴത്തേക്ക്. ആ പിന്നെ രാത്രി 9:00 വരുള്ളൂ. കാക്ക കുറേ നേരം മീനെ പിടിക്കാൻ നിൽക്കണോ? കിങ് ഫിഷ് തന്നെ പിടിക്കാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇവിടെ. അഭിപ്രായം പറയാം കാക്ക. നിങ്ങളുടെ അഭിപ്രായം? മീനെ പിടിക്കുന്ന മോഹമായി മർഫയിൽ വന്നു. എന്താ രസം. ഒന്നും കടിക്കുന്നില്ല. പിന്നെ ആൺകുട്ടികളൊക്കെ മീൻ കൊണ്ടുപോകണ്ടേ കണ്ടോ? അവിടെ ആ ചെറിയ ഇഷ്ടം പോലെ ആൺകുട്ടികളുണ്ട് ആ ഭാഗത്ത് മീൻ പിടിക്കുന്നത്. ഈ ഭാഗത്ത് ഇഷ്ടം പോലെ ആൺകുട്ടികളുണ്ട്. അവിടെ ബലിയൊക്കെ ആ ഭാഗത്ത്. ആൺകുട്ടികളൊക്കെ മീൻ പിടിച്ചാൽ അങ്ങനെ കൊണ്ടുപോയി കറി വെച്ചാണ് ബിരിയാണി വെച്ച് കഴിച്ച് നിന്നു. ഒരു സ്രാവ് കൂടുതൽ ആഗ്രഹമൊന്നുമില്ല. ആ മരത്തില് അശോകന് കിട്ടിയല്ലോ. അതങ്ങനെയാണല്ലോ, വാശിപ്പുറത്ത് കിട്ടിയതാണ്. അശോകനാവോ? അശോകന്റെ ഫേസ് ഇറക്കി. ആ ഓക്കെ, ഇനി കിട്ടും നിങ്ങൾക്ക് മീനെ. ഇനി സ്രാവിയ കൊമ്പൻ സ്രാവിയ കാരണം. നല്ല വ്യൂ, അടിപൊളി. സൂര്യ അസ്തമിക്കാൻ പോണേ. ഇവിടെ ഏറെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. പോലെ